Hi guys, 50,000 രൂപയ്ക്ക് ഇന്റലിലും AMDയിലും വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് PC. ഒരു 60-65 ഇടയിൽ ഫുൾ കംപ്ലീറ്റ് PC. അന്നത്തെ വീഡിയോ കണ്ടതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് തന്നെയായിരിക്കും നമ്മൾ തരിക. അതും ലേറ്റസ്റ്റ് സ്പെക്ക് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ആവി ആൻഡ് യു വാച്ചിങ് GeekBoZ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്പോൺസറിനെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? ലോജിടെക്കിന്റെ G സീരീസ് ആണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. G സീരീസ് എന്ന് പറയുമ്പോൾ G സീരീസിലെ കുറെ പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെഡ്സെറ്റ് ആണ് G733. ഈ ഒരു ഹെഡ്സെറ്റിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പിന്നീട് അറിയാം. പക്ഷെ ലോജിടെക്കിനെ പറ്റി പറയുമ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആഫ്റ്റർ സെയിൽ സർവീസിൽ ഗെയിമേഴ്സിന് വർഷങ്ങളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ 1 ബ്രാൻഡാണ് ഇന്ത്യയിൽ ലോജിടെക്കിൽ ഞാൻ പരിപൂർണമായിട്ട് ഞാൻ ഹാപ്പിയാണ്. അവരുടെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ എടുത്തിട്ടുള്ളതും അത് കംപ്ലയിൻസ് വന്നിട്ടുണ്ട് കേട്ടോ. 1-2 കംപ്ലയിന്റ് വന്നിട്ടുണ്ട്. പക്ഷെ കംപ്ലയിന്റ് വന്ന സാധനങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ പുതിയ ബ്രാൻഡ് ന്യൂ സീൽഡ് പാക്കാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് ഐ ആം റിയലി ഹാപ്പി വിത്ത് ലോജിടെക് ആൻഡ് ലോജിടെക് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. ഡു ചെക്ക് ഔട്ട് ഓൺ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഗൈസ്, ആദ്യം തന്നെ ഞാൻ ഇന്റൽ ബേസ്ഡ് PC ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്പെക്കും പെർഫോമൻസും കിട്ടുന്നത് ഇന്റലിലാണ്. ഫ്യൂച്ചർ കോമ്പാറ്റബിലിറ്റിയും കാര്യങ്ങളെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം തന്നെ പ്രൊസസ്സറിലാണ് നമ്മൾ നോക്കുന്നത്. പ്രൊസസ്സർ ഞാൻ എടുത്തിരിക്കുന്നത് ഇന്റൽ കോർ i5-12400F എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഒരു ഡീസന്റ് ഗെയിമിംഗ് പ്രൊസസ്സർ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്റൽ എന്ന് പറയുന്നത് ഗെയിമിംഗ് പ്രൊസസ്സേഴ്സിന് വേണ്ടി ആണ് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് 12400F. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ജനറേഷൻ 13 ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഇപ്പോഴത്തെ പീക്കിൽ കിടക്കുന്ന ഒരു ഗ്രാഫിക്സ് ഇൻബിൽറ്റ് ഇല്ലാത്ത ഒരു പ്രൊസസ്സറാണ് 12400F. അപ്പോൾ ഈ ഒരു പ്രൊസസ്സർ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 10-15-16,000 രൂപയോളം മാർക്കറ്റിലെ റേറ്റും വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് റേറ്റ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ AMD ആണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ AMDയിൽ ഇതിനെ കമ്പയർ ചെയ്യുന്നതല്ല, ഈ ഒരു പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ Ryzen 5 5600 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് ആയിട്ടുള്ളത്. അടുത്ത് മദർ ബോർഡ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് H610ME ആണ്. ME എന്ന് പറയുന്നത് M.2 NVMe സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. പക്ഷേ 610 എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും ഞെട്ടി വിളിക്കുന്നുണ്ട്, ഇത്രയും ബഡ്ജറ്റ് ബോർഡല്ലേ, ഹൈ എൻഡ് ആണോ, ഇതാണോ ഫ്യൂച്ചർ പ്രൂഫ് എന്ന് പറയുന്നവർക്ക് എനിക്ക് പറയാൻ 55-ന് താഴെ ഒരു ബിൽഡ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഈ ഒരു PC കൂടുതൽ കാലം ആ ഒരു സ്പെക്കിൽ തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ കൂടുതലായിട്ടുള്ള ഹയർ എൻഡ് ആയിട്ടുള്ള B660 ഒന്നും ഞാൻ ഇതിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മോർ ഓവർ 12400F ആണ് നിങ്ങൾ എടുക്കുന്നത്. i7 i9 ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാവും. പക്ഷേ 12400F എടുക്കുന്നവർക്ക് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മദർ ബോർഡ്. 610 ഏറ്റവും ബെസ്റ്റ് ASUS തന്നെയാണ്. ASUSന്റെ ME സീരീസിൽ 610 എന്ന് പറയുന്നത് നോട്ട് ചെയ്തോണം. 510 അല്ല, 610ME അതാണ് നമ്മൾ എടുത്തിരിക്കുന്ന മദർ ബോർഡ്. പിന്നെ AMD ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ ഇതിൽ B450 ആണ്. ഒരല്പ ജനറേഷൻ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ 5600 ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് ആണ് 450 ചിപ്സെറ്റ്. നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് കൺസ്ട്രെയിൻഡ് ആണ്. പക്ഷേ 450-ൽ 4 RAM സ്ലോട്ട് ഉണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്. നമ്മുടെ 610-ൽ 2 ഉള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു 16 GB വരെയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ദിസ് ഈസ് ബെസ്റ്റ് സ്പെക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 450 എടുത്തു കഴിഞ്ഞാലും 56 നല്ല കോമ്പിനേഷൻ ആണ്. അതോടൊപ്പം 610 ആൻഡ് i5 12400F നല്ല കോമ്പിനേഷൻ തന്നെയാണ്. ഗൈസ്, അടുത്തതായിട്ട് റാം ആണ്. റാം ഞാൻ എടുത്തിരിക്കുന്നത് 8 GB റാം ആണ്. അത് XPG, G-Skill, Corsair എല്ലാം ഓൾ ടുഗദർ ഒരു 100-200 രൂപ ഡിഫറൻസേ ഉള്ളൂ. XPG ആണെങ്കിൽ നിങ്ങൾക്ക് 10 വർഷം വാറണ്ടി ഉണ്ട്. XPGയുടെ D30 എന്ന് പറയുന്ന ഒരു മോഡ്യൂളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 2300 രൂപ 2200 രൂപയോളം റേറ്റ് കുറഞ്ഞു. കറക്റ്റ് ടൈമാണ് നിങ്ങൾ ഇപ്പം വാങ്ങാൻ പറ്റിയത്. കാരണം നേരത്തെ 3000-3500 രൂപ കിടന്ന സാധനമാണ് ഇപ്പോൾ ഈ ഒരു റേറ്റിൽ കുറഞ്ഞിരിക്കുന്നത്. അതെന്തായാലും ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 16 GB അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ആഡ് ഓൺ. ഗൈസ്, അടുത്തതായിട്ട് SSD ആണ്. ഈ പറയുന്ന ബാക്കി സാധനങ്ങൾ, അതായത് മദർ ബോർഡ് ആൻഡ് പ്രൊസസ്സർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് AMD ഇഷ്ടപ്പെടുന്നവർക്ക് AMDയുടെ സെക്ഷനിലോട്ട് പോകാം. ഇന്റൽ ആണെങ്കിൽ ഇന്റലിലോട്ട് പോകാം. അത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. ബാക്കിയുള്ള സെറ്റും സെയിം ആണ്. SSD ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 512 GB ആണ്. കാരണം ഹാർഡ് ഡിസ്കിന്റെ കാലഘട്ടം കഴിഞ്ഞു. നമ്മൾ ഡിച്ച് ചെയ്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഹാർഡ് ഡിസ്ക് ഡിച്ച് ചെയ്യാനുള്ള ടൈമായി. പലരും സ്റ്റിൽ യൂസിങ് ഹാർഡ് ഡിസ്ക്.
നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണോ? കമന്റ് ചെയ്യൂ. അപ്പോൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാതെ 512GB M.2 NVMe മാറാനുള്ള ടൈമായി. ഈ ഒരു ബോർഡിൽ, ഈ പറഞ്ഞിരിക്കുന്ന 2 ബോർഡിൽ M.2 NVMe സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ M.2 NVMe 512GB ആണ് എടുത്തിരിക്കുന്നത്. അതും XPJ തന്നെയാണ്, സെയിം ബ്രാൻഡ് ഓഫ് റാം, സെയിം ബ്രാൻഡ് എസ്. അടുത്തതായിട്ട് ഗൈസ് നമ്മൾ ഗ്രാഫിക്സ് കാർഡാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒരു ഗെയിമർ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. ഈ ഒരു 50നും 55നും ഇടയിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചത് ഗെയിമിംഗ്, വാല്യൂ ഫോർ മണി, കണ്ടന്റ് ക്രിയേഷൻ എല്ലാത്തിലും നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കാർഡ് NVIDIA, ഇന്റലിന്റെയും ഗ്രാഫിക്സ് കാർഡ്സ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ, അപ്പോൾ NVIDIA GTX 1650 GDDR6 അല്ലേ 5 എനിവേ ഗൈസ്. അപ്പോൾ NVIDIA GTX 1650 അതിൽ Inno 3D എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. ഒരു 14,500 പ്ലസ് ടാക്സ് ഒക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞൊരു 2 മാസം മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ 20,000 മുകളിലും ആയിരുന്നു. ഇപ്പോൾ റേറ്റ് കുറഞ്ഞു. അത് ഈസ് എ ബൂൺ ഫോർ ഗെയിമേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ് 1650. നിങ്ങൾക്ക് എന്തുകൊണ്ടും എടുക്കാം NVIDIA കാർഡ്, ആൻഡ് ഐ എം ഹാവിംഗ് ട്രസ്റ്റ് ഓൺ ദാറ്റ്. ഇനിയുള്ളത് SMPs ആണ്. SMPs ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആൻടെക്കിന്റെ VP450 എന്ന് പറയുന്ന ഒരു മോഡലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂളമാസ്റ്ററോ മറ്റുള്ള ബ്രാൻഡ്സോ ചൂസ് ചെയ്യാം. പക്ഷേ ഏറ്റവും കുറഞ്ഞത് 450 ഒരു സ്റ്റാൻഡേർഡ് ബ്രാൻഡിൽ നിന്ന് തന്നെ ആയിരിക്കണം. ആൻടെക് നല്ലൊരു ബ്രാൻഡാണ്. ഇതുവരെ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആഫ്റ്റർ സെയിൽസ് സർവീസും നല്ലതാണ്. അടുത്തതായിട്ട് ക്യാബിനറ്റ് ആണ്. ക്യാബിനറ്റിലും പലർക്കും പല അസംഷൻസ് ഉണ്ട്. ചിലർക്ക് സിംപ്ലിസിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർക്ക് കുറെ ലൈറ്റ്സിങ് വേണമെന്നുള്ളവരുണ്ട്, ചിലർ ഇനി അവിടെ ഗ്ലാസ് വേണം, ഇവിടെ ലുക്ക് വേണം, കുറെ ഫാൻസ് ഇനിയും വേണം എന്ന് പറയുന്നവരുണ്ട്. എന്നിരുന്നാലും എല്ലാം കൂടെ ഓൾ ടുഗദർ ഒരു എയർ ഫ്ലോ ഉള്ള ഡീസെന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ്, അതൊരു 3500-3000-3500 താഴെ വില വരുന്ന ഒരു ക്യാബിനറ്റാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതും ആൻടെക്കിന്റെ NX260 എന്ന് പറയുന്നതാണ്. പ്രീ ബിൽറ്റ് ആയിട്ട് നിങ്ങൾക്ക് 3 RGB ഫാൻസ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഒരു നൈസ് ആയിട്ടുള്ള എയർ മെഷ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതോടൊപ്പം ലിക്വിഡ് കൂളർ 240mm സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുകളിൽ. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ആണ്. വേണമെങ്കിൽ വേറെയും മോഡൽസ് ഉണ്ട്. നിങ്ങൾക്കറിയാം കൂളമാസ്റ്ററിലുണ്ട്, ഡീപ് കൂൾ ഉണ്ട്, അങ്ങനത്തെ മോഡൽസും വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന ആൻടെക്കിന്റെ NX260 ആണ്. ക്യാബിനറ്റ് SMPSും സെയിം ബ്രാൻഡ് ആയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അതൊരു കോംപ്ലക്സിറ്റി കണ്ടല്ല, ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആയതുകൊണ്ട് വെറുതെ ചുമ്മാ വെച്ചതേ ഉള്ളൂ. ഗൈസ്, ഇതില് ഈ പറഞ്ഞിരിക്കുന്ന സ്പെക്ക് എല്ലാം കൂടെ 53,000 രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില. മേ ബി റേറ്റ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും അപ്ഡേറ്റഡ് റേറ്റുകളെല്ലാം അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബിൽഡിൽ ഇനി ഒരു മോണിറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ 65,000 രൂപ, 60-65,000 ബഡ്ജറ്റ് ചോദിക്കുന്നവർക്കാണ് ഈ ഒരു വീഡിയോ ബേസിക് ഫുൾ സെറ്റപ്പ് ആയിട്ട്. ഇനി 55 നോക്കുന്നതെങ്കിൽ ഇത് മതിയാവും, ഈ ഒരു പറഞ്ഞിരിക്കുന്ന സ്പെക്ക് മതിയാവും. 65 നിങ്ങൾ നോക്കണമെങ്കിൽ ഒരു 22 ഇഞ്ചിന്റെ അല്ലെങ്കിൽ ഒരു 24 ഇഞ്ചിന്റെ മോണിറ്റർ ഒരു 10-11,000 രൂപയാവും കേട്ടോ. ബെൻക്യൂവിൻ്റെതോ IPS പാനലായിട്ടുള്ള ബെൻക്യൂ അല്ലെങ്കിൽ സാംസങ് എടുക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ കുറഞ്ഞ മോഡൽസ് AMD അങ്ങനത്തെ ബ്രാൻഡ് ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണ്, നിങ്ങൾക്ക് ക്വാളിറ്റി മാറ്റേഴ്സ് അല്ല, ആഫ്റ്റർ സെയിൽ സർവീസിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഓക്കെ പെട്ട് കഴിഞ്ഞാൽ ഐ എം ഓക്കെ വിത്ത് ഇറ്റ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റുള്ള ബ്രാൻഡ്സുകൾ നോക്കാവുന്നതാണ്. നല്ല സർവീസും നല്ല ക്വാളിറ്റിയിലും എടുത്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നൊരിക്കലും പറയില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നെങ്കിൽ ബെൻക്യൂ എടുക്കാം അല്ലെങ്കിൽ സാംസങ് എടുക്കാം. പിന്നെ അത് ഒരു അറൗണ്ട് ഒരു 10-11,000 രൂപ റേഞ്ച് വരും കേട്ടോ. 24 ഇഞ്ച് IPS പാനലിന്, അതും ബോർഡർലെസ് ആണ്. പിന്നെ കീബോർഡ് മൗസുമായിട്ട് സെബ്രോണിക്സിന്റെ മെംബ്രെയിൻ കീബോർഡ് അവൈലബിൾ ആണ്. 1000-1200 രൂപയോളം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് കീബോർഡും മൗസും അവൈലബിൾ ആണ്. അതുകൊണ്ട് ആ പൈസയ്ക്ക് ഏറ്റവും പുറത്താ. ഞാൻ നേരത്തെ ആന്റി സ്പോർട്സ് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്, സെർച്ച് ചെയ്തിരുന്നത്. അന്നത് റേറ്റ് കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കാളും ബെറ്റർ ക്വാളിറ്റിയിൽ റേറ്റ് കുറച്ചിട്ട് സെബ്രോണിക്സ് ഇറക്കുന്നുണ്ട്. ഡീസെന്റ് ആയിട്ടുള്ള കീബോർഡ് കേട്ടോ, നത്തിങ് ആർട്ടിഫിഷ്യൽ ഇൻ ഇറ്റ്. ഈ ഒരു PC നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗെയിം പ്ലേ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി കുറേ വീഡിയോസ് നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. 1650 വിത്ത് 12th ജനറേഷനിൽ നിങ്ങൾക്ക് ഡീസെന്റ് ആയിട്ട് GTA 5 ഈവൻ റോൾ പ്ലേ ദ വേർഡ് RP റോൾ പ്ലേ നിങ്ങൾക്ക് 5M കളിക്കാം. സ്ട്രീം ചെയ്യാനായിട്ട് ക്വാളിറ്റി കുറച്ചിട്ടിട്ട് ഓരോ സെർവർ ഡിപ്പെൻഡന്റ് ആണ്. 5M നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഓരോ സെർവറിന്റെ ഒപ്റ്റിമൈസേഷൻ പോലെ ഇരിക്കും അതിന്റെ ലാഗോ അല്ലെങ്കിൽ FPS വരുന്നതോ വരാതിരിക്കുന്നതോ. അപ്പം അതിൽ വേരിയേഷൻസ് ഒരു പക്ഷേ വന്നേക്കാം. പക്ഷേ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സെർവറിലാണ് നിങ്ങൾ, മലയാളം സെർവറിൽ നല്ലൊരു സെർവറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു 60 മുകളിൽ FPS സുഖമായിട്ട് കിട്ടും. ഒരു ലാഗോ സ്റ്റക്കോ ഉണ്ടാവില്ല. സ്ട്രീം ചെയ്യാനും പറ്റുന്ന ഒരു സ്പെക്ക് തന്നെയാണ്. കാരണം ആൾറെഡി സ്ട്രീമേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അവർ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്പെക്കാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾ സ്ട്രീമിംഗ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എയർ കൂളർ, ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഡീപ് കൂൾഡ് കൂളേഴ്സ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 120mm ഫാനുള്ള ഒരു ഒറ്റ ഇതിന് കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ.
ഡീപ് കൂളിന് AK620 എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. അത് അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു വേരിയന്റ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ മോഡൽസോ ഇല്ലെങ്കിൽ കൂളർ മാസ്റ്ററിന്റെ ഹൈപ്പർ T12 അങ്ങനെ ഏത് മോഡലാണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ലിക്വിഡ് കൂളർ തന്നെ വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എയർ കൂളർ എങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ടെമ്പറേച്ചർ തെർമൽ ത്രോട്ട്ലിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. നിങ്ങൾ അത് എന്താ പറയുക, പരമാവധി യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ ഓക്കെ, ഫൈൻ, ഐ എം വിത്ത് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പെക്ക് നിങ്ങൾ PC ഫുള്ള് ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അപ്ഡേറ്റഡ് റേറ്റ്സും താഴെ ലിങ്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഇനി ഒരുപക്ഷേ നിങ്ങൾ 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ സ്പെക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരും. മേ ബി റേറ്റ് കൂടാം കുറയാം. അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഓഗസ്റ്റ് മാസം ആണ് കാണണമെങ്കിൽ 2022 നിങ്ങൾ ഡെഫിനറ്റ്ലി ഓണത്തിന് മുമ്പ് എടുക്കാൻ പറ്റിയ സ്പെക്കാണ്. ഈ ഒരു ബഡ്ജറ്റ് മൈൻഡിൽ വെച്ചുകൊണ്ട് എടുക്കുക. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശ്നം